പിന്റു റൂബി അനലിറ്റിക്കൽ ടാരോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷു റീഡിങ് ചെയ്യാൻ തുടങ്ങിയിട്ട് 4 പാർട്ടുകളായിട്ടാണ് നമ്മൾ ചെയ്യാൻ തുടങ്ങിയത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിലെ ഓരോ രാശികളെയും, അതായത് 12 രാശികളുടെ ഫലങ്ങളും അതിൽ ഉൾപ്പെടുന്ന 27 നക്ഷത്രങ്ങളുടെ ഫലങ്ങളും എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ടാരോ കാർഡും കൃഷ്ണൻ്റെ മെസ്സേജും എല്ലാം എടുത്ത് ചെയ്തു വന്നപ്പോൾ 4 പാർട്ടായിട്ടാണ് നമുക്ക് അത് പൂർത്തിയാക്കാൻ പറ്റിയത്. എഡിറ്റിംഗ് വർക്കും എല്ലാം ചെയ്ത് അപ്ലോഡ് ചെയ്ത് വന്നപ്പോഴേക്കും സത്യം പറഞ്ഞാൽ വിഷു കഴിഞ്ഞു പോയി. അപ്പോൾ എന്തായാലും ഞാൻ അത് പൂർത്തീകരിക്കാതെ എനിക്ക് മറ്റു വിഷയങ്ങളിലേക്ക് റീഡിങ്ങുമായിട്ട് ഇറങ്ങാൻ പറ്റിയില്ല. ഇതിനിടയിൽ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിരുന്നു, വേറെ വീഡിയോ എടുക്കാം, ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നീട് ഇടാം. എന്തായാലും വിഷുവിൻ്റെ ഫലമെന്ന് പറയുമ്പോൾ പൊതുവായിട്ട് നമുക്ക് ഏപ്രിൽ ടു ഏപ്രിൽ, അടുത്ത വർഷം ഏപ്രിൽ വരെയോ അല്ലെങ്കിൽ ടൈംലെസ് ആയിട്ടുള്ള റീഡിംഗ് ആണല്ലോ പൊതുവേ. അതുകൊണ്ട് നമ്മുടെ മുന്നിൽ ഇത് വരുന്ന സമയത്തോ ഒക്കെ നിങ്ങൾക്കത് റെസനേറ്റ് ആയിക്കോളുമല്ലോ എന്നുള്ള ധാരണയിലാണ് നമ്മളെപ്പോഴും റീഡിങ് ചെയ്യുന്നത്. അതുപോലെ ആവുമല്ലോ എന്ന് വിചാരിച്ചു. ഇടയ്ക്ക് 1-2 റീഡിങ് നിങ്ങൾക്കായിട്ട് എടുക്കാമെന്ന് വിചാരിച്ച്. എന്താണെന്നറിയില്ല, നാളെ ഇതുവരെ ഇല്ലാത്തതുപോലെ തന്നെ ഞാൻ എടുത്ത ഒരു മണിക്കൂറിനടുത്ത് ഞാൻ റെക്കോർഡ് ചെയ്ത വീഡിയോ സേവ് ആവാതെ പോയി. അടുത്ത ദിവസം ഞാൻ വീണ്ടും ട്രൈ ചെയ്തു. അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും റെക്കോർഡിംഗ് ഫെയിൽഡ് എന്ന് കാണിച്ച് അതും നമുക്ക് കിട്ടിയില്ല. അങ്ങനെ ഞാൻ 3-ാമത്തെയും 4-ാമത്തെയും പാർട്ട് അപ്ലോഡ് ചെയ്ത് വിഷുഫലം പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമാണ് ഇപ്പോൾ ഈ റീഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. എന്തായാലും അതുകൊണ്ടൊരു വിഷയമൊന്നും, നേരത്തെ ചെയ്യാൻ പോയ റീഡിങ്ങുകളുടെ വിഷയമൊന്നും ഞാൻ ഇതിലേക്ക് എടുക്കുന്നില്ല. ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ വെച്ച് ഒരു കാർഡ് എടുക്കും. ആ കാർഡ് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നത് അതിനെ ആസ്പദമാക്കിയാണ് നമ്മളിന്ന് റീഡ് ചെയ്യാൻ പോകുന്നത്. പിന്റു റൂബി അനലിറ്റിക്കൽ ടാരോ ചാനൽ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു മെസ്സേജ് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ട് 10 ഓഫ് പെൻറ്റക്കിൾസ് 10 ഓഫ് പെൻറ്റക്കിൾസിനെ ആസ്പദമാക്കിയാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത്. 10 ഓഫ് പെൻറ്റക്കിൾസ് കാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൂചന എന്ന് പറയുന്നത് ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഒക്കെ ഒരു കാലം നിങ്ങളിലേക്ക് വരുന്നു. അത് നിങ്ങൾ കാത്തിരുന്ന ഒരു ഭാഗ്യമാകാം, അതല്ലെങ്കിൽ നിങ്ങളിലേക്ക് കാലം കാത്തുവെച്ച ഒരു സൗഭാഗ്യഘട്ടം എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഈ കാർഡ് നൽകുന്ന സൂചന. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനകൾ പലപ്പോഴും യൂണിവേഴ്സ് നമുക്ക് മുൻകൂട്ടി നൽകാറുണ്ട്. ഇന്ന് ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു പുതിയ ചാപ്റ്റർ ആരംഭിക്കാൻ പോകുന്നു എന്നതാണ്. ഇത് കഠിനാധ്വാനം ചെയ്തിട്ടും ഫലം ലഭിക്കാത്തവർക്കോ അല്ലെങ്കിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്കോ അല്ലെങ്കിൽ നല്ല വാർത്തയ്ക്കായി കാത്തിരിക്കുന്നവർക്കോ വേണ്ടിയിട്ടുള്ള ഒരു സന്ദേശമാണ്. നമുക്ക് ടാരോ കാർഡിലൂടെയും ഒറാക്കിൾ കാർഡ്സിലൂടെയും എല്ലാം ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മെസ്സേജ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നിലവിലെ അവസ്ഥ, നിങ്ങളുടെ പ്രസന്റ് സിറ്റുവേഷൻ, നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യം എന്താണെന്ന് നോക്കാം. അതായത് സമ്പത്തും സൗഭാഗ്യവും ഐശ്വര്യവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോവുകയാണ് എന്ന് പറയുന്നു. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? എന്ത് മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്? അത് പോസിറ്റീവാണോ, നെഗറ്റീവാണോ, അല്ലെങ്കിൽ വെല്ലുവിളികൾ നിറഞ്ഞതാണോ? സമ്പത്തും ഐശ്വര്യവും വരുന്നു എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവ് മാറ്റമാണ്. എന്നാലും അത് ഏത് തരത്തിലുള്ള ഷിഫ്റ്റാണ് വരാൻ പോകുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സഹായിക്കും. അടുത്തത് ആയിട്ട് നമുക്ക് ഏത് വഴിയിലൂടെയാണ് ഈ ഭാഗ്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്? 2 കാർഡ് കിട്ടിയിട്ടുണ്ട്. 2 കാർഡും നോക്കും നമ്മൾ. അതായത് ഏത് വഴിയിലൂടെയാണെന്ന് പറയുമ്പോൾ അത് ജോലിയാണോ, ബിസിനസ്സാണോ, കുടുംബമാണോ? അപ്പോൾ നമുക്കിതിനെ ഒന്ന് ജോലി, അതായത് നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗ്യം, കുടുംബം വഴിയുള്ള ഭാഗ്യം, ഇത് രണ്ടും നമുക്ക് നോക്കാം. അടുത്തത് നമുക്കറിയേണ്ടത് നിങ്ങൾക്ക് കൃത്യമായി എന്താണ് ഈ കാര്യം വഴി, അതായത് നിങ്ങളിലേക്ക് വരുന്ന സൗഭാഗ്യം കൃത്യമായി ഏത് തരത്തിലുള്ളതാണ്, അതായത് എന്ത് റിവാർഡാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്? അടുത്തത് ആ ഭാഗ്യം നിലനിർത്താൻ നിങ്ങൾ
എന്ത് കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്? ഓക്കെ, അപ്പം നമുക്ക് നോക്കാം നിങ്ങളുടെ നിലവിലെ അവസ്ഥ. 7 ഓഫ് സോർഡ്സ്. ഈ 7 ഓഫ് സോർഡ്സ് എന്ന കാർഡ് ചതിയെ, വഞ്ചനയെയും ഒക്കെ സൂചിപ്പിക്കുന്ന കാർഡാണ്, തന്ത്രപരമായ നീക്കങ്ങളെയൊക്കെ. അതായത് ഈ 10 ഓഫ് പെന്റക്കിൾസ് എന്ന ഭൗതികമായ നേട്ടത്തിലേക്ക്, ആശ്വാസത്തിലേക്ക്, ഐശ്വര്യത്തിലേക്ക് നിങ്ങൾ എത്തുന്നതിന് മുൻപായിട്ട് നിങ്ങൾ നിലവിൽ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധി മറികടക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതായത് രഹസ്യ ശത്രുക്കൾ അല്ലെങ്കിൽ തടസ്സങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണിത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയത്തിലേക്ക് എത്താതിരിക്കാൻ ചില തടസ്സങ്ങൾ നിങ്ങളുടെ ചുറ്റിൽ ഇപ്പോൾ നിലവിലുണ്ട്. അതൊരു പക്ഷേ നിങ്ങളുടെ ഐശ്വര്യത്തിൽ അസൂയയുള്ളവരോ അല്ലെങ്കിൽ നിങ്ങളെ പിന്നോട്ട് വലിക്കാൻ ശ്രമിക്കുന്നവരോ ആകാം ആ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. നിങ്ങളിപ്പോൾ ഒരു സർവൈവൽ മോഡിലാണ്. അതായത് കാര്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. ചിലപ്പോൾ ഒറ്റയ്ക്ക് പോരാടേണ്ടി വരുന്ന ഒരു അവസ്ഥ നിലവിൽ നിങ്ങൾക്കുണ്ടാകാം. നിങ്ങൾ നിങ്ങളുടെ പ്ലാനുകൾ എല്ലാവരോടും പങ്കുവെക്കാതിരിക്കുന്നതാണ് ഇപ്പോൾ നല്ലത്. അങ്ങനെ ഒരു പ്രതിരോധം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അതായത് അങ്ങനെ ജാഗ്രതയോടുകൂടി നിൽക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചിലപ്പോൾ നേരത്തെ നിങ്ങൾ നേരിട്ട ചതിയുടെയോ വഞ്ചനയുടെയോ തിക്ത അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ബാധിച്ചതുകൊണ്ട് ഒരു ജാഗ്രതയിലായിരിക്കും. അങ്ങനെ ചതി നേരിടപ്പെട്ട, ചതി മൂലം പ്രതിസന്ധികൾ അനുഭവപ്പെട്ട് അതിൽ നിന്ന് കരകയറാൻ വേണ്ടി നിൽക്കുന്ന ഒരവസ്ഥയിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾ. അതിൽ ജാഗ്രതയോടുകൂടി നിൽക്കുന്നവരായിരിക്കാം നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളൊരു വിവരങ്ങളും ആരോടും പങ്കുവെക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ വിജയരഹസ്യങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക പ്ലാനുകൾ നിങ്ങൾ രഹസ്യമായിട്ട് വെക്കേണ്ടതുണ്ട്. നിലവിൽ അങ്ങനെ നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളത് ഒന്ന് ശ്രദ്ധിച്ചേക്കണം. നിങ്ങളുടെ സക്സസ് ആണ് സംസാരിക്കേണ്ടത്. അല്ലാതെ നമ്മളിപ്പോൾ നമ്മുടെ പ്ലാനുകളൊന്നും ഒരാളോടും പറഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വന്നാൽ ഈ 10 ഓഫ് പെന്റക്കിൾസിലേക്ക് എത്താതിരിക്കാനായിട്ട് ഇടയാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് അതിൽ ഒരു കാര്യം കൂടി നമ്മളോട് പറയുന്നുണ്ട്. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, അതായത് നിങ്ങളൊരു ചതിയും വഞ്ചനയും പോലുള്ള കുറുക്കുവഴികളുണ്ടല്ലോ, ആ രീതിയിലൂടെ വലിയ സൗഭാഗ്യങ്ങൾ നിങ്ങൾ കൈക്കലാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊന്നും ചെയ്യരുത്. അതായത് എളുപ്പവഴികൾ തേടാതെ ബുദ്ധിപൂർവ്വം വേണം നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ. നിങ്ങളെ തളർത്താൻ നോക്കുന്നവരുടെ ഇടയിൽ നിന്ന് തന്ത്രപരമായി പുറത്തു കടന്നാൽ മാത്രമേ ആ വലിയ സമ്പത്തിലേക്കും ഐശ്വര്യത്തിലേക്കും നിങ്ങൾക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതൊന്ന് ജാഗ്രതയോടുകൂടി നിങ്ങൾ ഇരിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഒരു വലിയ പോരാട്ടത്തിലാണെന്ന് എന്തായാലും ഈ കാർഡ് പറയുന്നുണ്ട്. വിശ്വസിച്ചവരിൽ നിന്ന് ചില തിരിച്ചടികൾ നേരിടേണ്ടി വന്നതുകൊണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം മറ്റാരെങ്കിലും കൊണ്ടുപോകുമോ എന്ന ഭയം നിങ്ങൾക്കുള്ളത് കൊണ്ടാവാം. പക്ഷെ അങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഈ കാർഡ് ഒരു അതിജീവനത്തിന്റെ കാർഡ് കൂടിയാണ്. ബുദ്ധിപരമായി നീങ്ങിയാൽ ഈ ചതിക്കുഴികളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഈ കാർഡിലൂടെ നമുക്ക് നൽകുന്ന ഉപദേശം. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് കിട്ടിയിരിക്കുന്നത് എന്ത് മാറ്റമാണ്, എന്ത് ഷിഫ്റ്റാണ് വരുന്നത്, അതായത് ഈ എനർജിയെ എങ്ങനെ മാറ്റാം, അതിലെ പോസിറ്റീവായിട്ട് നമുക്ക് എങ്ങനെ നമുക്ക് അനുകൂലമായിട്ട് മാറ്റിയെടുക്കാം എന്നുള്ളതാണ് 9 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഈ 9 ഓഫ് കപ്സ് എന്ന് പറയുന്നത് വിഷ് കാർഡാണ്, നമ്മുടെ ആഗ്രഹ സാഫല്യത്തിന്റെ കാർഡാണ്. അപ്പോൾ ഈ 10 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുന്ന സൗഭാഗ്യത്തിലേക്ക് എത്തുക എന്നുള്ള നിങ്ങളുടെ ആഗ്രഹം, നിങ്ങൾ ഇപ്പോൾ എത്ര ജാഗ്രതയോടുകൂടിയാണ് അല്ലെങ്കിൽ നിങ്ങൾ വലിയ പോരാട്ടം നടത്തിക്കൊണ്ടാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിലും ഈ വിഷ് ഫുൾഫിൽമെന്റിലേക്ക് നിങ്ങൾ പോകും എന്നുള്ള ഉറപ്പാണത്. അതായത് 7 ഓഫ് സോർഡ്സ് എന്ന് പറയുന്ന നമുക്ക് ആദ്യം വന്ന നിങ്ങളുടെ നിലവിലെ അവസ്ഥകളെ എങ്ങനെ നിങ്ങൾ ആ പ്രതിസന്ധികളിൽ നിന്ന് എങ്ങനെ നിങ്ങൾ മറികടന്ന് മുന്നോട്ട് പോകും എന്നുള്ളതിന്റെ ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 9 ഓഫ് കപ്സ് എന്ന കാർഡ്. ഇത് ടാരോയിലെ തന്നെ ഏറ്റവും ഭാഗ്യകരമായ കാർഡുകളിൽ ഒന്നാണ്. അപ്പം നമ്മുടെ ആഗ്രഹ സഫലീകരണത്തെ സൂചിപ്പിക്കാനായിട്ടൊക്കെ ഈ കാർഡ് വന്നാൽ പിന്നെ വേറെ ഒരു ഉത്തരവും നമ്മൾ നോക്കേണ്ടതില്ല. നിങ്ങൾ ദീർഘകാലമായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു വലിയ ആഗ്രഹം എന്തായാലും ഈ കാലയളവിൽ സഫലമാകും. സാമ്പത്തിക നേട്ടങ്ങളെക്കാൾ ഉപരിയായി മനസ്സിലൊരു വലിയ മനസമാധാനം, അതായത് മനസ്സിൽ ഒരു വലിയ സമാധാനവും സന്തോഷവും വന്നു നിറയും. നമുക്ക് എത്ര സമ്പത്തും അല്ലെങ്കിൽ എന്ത് സൗഭാഗ്യങ്ങളും ഉണ്ടെങ്കിലും മനസമാധാനം ഇല്ലെങ്കിൽ പിന്നെ ഒരു കാര്യവുമില്ല, നമുക്കത് ആസ്വദിക്കാൻ പറ്റില്ല. അപ്പം എല്ലാം ശരിയായെന്ന് നിങ്ങൾക്ക് തോന്നുന്ന തരത്തിൽ ഒരു കണ്ടന്റ് ആയിട്ട് നല്ല ഒരു നിങ്ങൾ
ഒരു നിറഞ്ഞ ഒരു സന്തോഷം എന്ന് പറയില്ലേ, മനസ്സ് നിറഞ്ഞു എന്ന് പറയുന്ന ആ ഒരു തോന്നൽ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. മറ്റുള്ളവരുടെ കുതന്ത്രങ്ങളെ അതിജീവിച്ച് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുക്കും എന്നതിൻ്റെ ഉറപ്പാണിത്. നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസം വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം കണ്ടത് നിങ്ങളെ തളർത്താൻ നോക്കുന്ന സാഹചര്യങ്ങളെയാണെങ്കിൽ രണ്ടാമത്തെ കാർഡ് പറയുന്നത് ആ തടസ്സങ്ങളൊന്നും നിങ്ങളുടെ വിജയത്തെ ബാധിക്കില്ല എന്നാണ്. നിങ്ങൾ അർഹിക്കുന്ന ആ സന്തോഷവും സൗഭാഗ്യവും യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പോലും വിചാരിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറും. പക്ഷേ ജാഗ്രത കൈവിടരുത്. നമ്മുടെ പ്ലാനുകളൊന്നും ആരോടും ഇപ്പോൾ പങ്കുവെക്കേണ്ടതില്ല. വിജയം അവർക്കുള്ള മറുപടി നൽകിക്കോളും. അടുത്തതായിട്ട് നമുക്ക് വന്നിരിക്കുന്ന മൂന്നാമത്തെ കാർഡ്, അതായത് ഏത് മേഖലയിലാണ് നിങ്ങൾക്കുള്ള വിജയം. നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് കരിയറുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയായിരിക്കും ഈ വിജയം നിങ്ങൾക്ക് അനുഭവപ്പെടുക എന്നുള്ളതാണ്. 5 ഓഫ് വാണ്ട്സ്. കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇത് അനുഭവപ്പെടുന്നത് എങ്ങനെയായിരിക്കും. ഏസ് ഓഫ് വാണ്ട്സ്. നിങ്ങൾക്ക് ഏത് മേഖലയിലാണ് മാറ്റം ഉണ്ടാകുന്നതെന്ന് നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് 2 കാർഡുകൾ ഫീൽ ചെയ്തത് കൊണ്ടാണ് ഇത് കരിയറുമായിട്ടും അടുത്ത കാർഡ് നമ്മുടെ ഫാമിലി ആയിട്ടും ബന്ധപ്പെട്ട് എങ്ങനെയായിരിക്കും ആ മാറ്റം എന്ന് നോക്കാമെന്ന് നമ്മൾ വിചാരിച്ചത്. കരിയർ ആയിട്ട്, അതായത് നിങ്ങളുടെ തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് 5 ഓഫ് വാണ്ട്സ് ആണ്. അതായത് കരിയറിൻ്റെ കാര്യത്തിൽ നമുക്ക് ചില കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള തർക്കങ്ങൾ ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. അതായത് നിങ്ങളുടെ ജോലി സ്ഥലത്തോ ബിസിനസ്സിലോ കടുത്ത മത്സരം നിലവിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നുണ്ടാവാം. പലരും നിങ്ങളുടെ ആശയങ്ങളെ എതിർത്തേക്കാം. എന്നാൽ നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഏത് മേഖലയിലാണ് മാറ്റം വരുന്നതെന്നുള്ളതാണല്ലോ. അത് കരിയറിന്റെ കാര്യത്തിലാകുമ്പോൾ ഇപ്പോൾ നിലവിലുള്ള അത്തരം മത്സരങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്ന അവസരങ്ങളാണ്. തടസ്സങ്ങളെ അതിജീവിച്ച് മുന്നേറാനുള്ള ഊർജം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാകും. മത്സരങ്ങൾ നിങ്ങളെ തളർത്താനല്ല, മറിച്ച് വളർത്താനാണ് വരുന്നതെന്ന് ഓർക്കുക. അതിനെപ്പറ്റി നിങ്ങൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്കതിനെ ശക്തമായിട്ട്, അതായത് ഏത് ശക്തിയെയും, ഇവിടെ സിംഹത്തെയാണ് കാണിക്കുന്നത്, അത്രയും കരുത്തായിട്ടുള്ള ആളുകളെ പോലും, സിംഹത്തെപ്പോലെ കരുത്തായിട്ടുള്ള ഗർജിക്കുന്ന വലിയ വീരന്മാരെ പോലും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിന്ന് നേരിടാൻ വേണ്ടിയിട്ട് കഴിയുന്ന ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാകും. അതൊരു തർക്കത്തിലൂടെയല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സാഹചര്യം ആണ് അതെന്ന് മനസ്സിലാക്കിയാൽ അതനുസരിച്ച് സന്തോഷത്തോടു കൂടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇനി ഇതേ സമയം കുടുംബത്തിന്റെ കാര്യത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതിശക്തമായിട്ടുള്ള ഒരു കാർഡാണ്, അതായത് ഏസ് ഓഫ് വാണ്ട്സ്. ഇതൊരു പുതിയ തുടക്കത്തിന്റെ കാർഡാണ്. കുടുംബത്തിൽ ഐശ്വര്യപൂർണമായ ഒരു പുതിയ അധ്യായം തുടങ്ങാൻ പോകുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. അതൊരു പക്ഷേ ഒരു പുതിയ വീട് വാങ്ങുന്നതോ, കുടുംബത്തിലേക്ക് പുതിയൊരു അതിഥി വരുന്നതോ, അല്ലെങ്കിൽ നിലവിലുള്ള പ്രശ്നങ്ങൾ മാറി പുതിയൊരു ബന്ധം, അതായത് നിലവിലുള്ള കുടുംബ ബന്ധങ്ങളിലുള്ള എന്തെങ്കിലും ഒരു അസ്വാരസ്യങ്ങൾ, അല്ലെങ്കിൽ ഈ സാമ്പത്തിക പ്രയാസങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ അനുഭവപ്പെടുന്ന 7 ഓഫ് സോർഡ്സിന്റെ എനർജിയൊക്കെ കൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളുണ്ട്, തൊഴിലിടത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയുണ്ട്. ഇതെല്ലാം മാറി നിങ്ങളുടെ കുടുംബത്തിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾക്ക് വലിയ ഒരു സന്തോഷം ലഭിക്കുന്ന, അതായത് പുതിയൊരു എനർജി നിങ്ങളിലേക്ക് വരുന്നു. കുടുംബത്തിലേക്ക് ഊഷ്മളമായ ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്നു, അല്ലെങ്കിൽ ഊഷ്മളമായ ബന്ധങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതൊക്കെ ആയിട്ട് ഈ മാറ്റം അനുഭവപ്പെടാം. കുടുംബാംഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള സപ്പോർട്ടും പ്രോത്സാഹനവും പുതിയ ഐഡിയാസും ആശയങ്ങളും എല്ലാം നിങ്ങൾക്ക് ഈ കാലത്ത് ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ കരിയറിൽ നേരിടുന്ന ചെറിയ തർക്കങ്ങളോ മത്സരമോ കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. കാരണം ആ പോരാട്ടത്തിനൊടുവിൽ നിങ്ങൾ വിജയിക്കും എന്ന് നമ്മുടെ രണ്ടാമത്തെ കാർഡായിട്ടുള്ള 9 ഓഫ് കപ്സ് നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ കരിയറിൽ ചെറിയ സംഘർഷങ്ങൾ നടക്കുമ്പോഴും നിങ്ങളുടെ കുടുംബം നിങ്ങൾക്ക് വലിയൊരു താങ്ങായി മാറും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന സൂചന. ഇത്തരം മാറ്റങ്ങളിൽ നിങ്ങൾക്ക്, ഈ മാറ്റങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങളോടൊപ്പം സപ്പോർട്ടായിട്ട് നിങ്ങളുടെ കുടുംബം ഉണ്ടാവും. കുടുംബത്തിൽ ഐശ്വര്യത്തിന്റെ ഒരു പുതിയ നാമ്പ് വിരിയുന്നത് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. കുടുംബാംഗങ്ങളുടെ പിന്തുണയോടെ നിങ്ങൾ കരിയറിലെ തടസ്സങ്ങളെല്ലാം മറികടക്കും എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഈ കരിയറിലെ പോരാട്ടവും കുടുംബത്തിന്റെ സപ്പോർട്ടും എല്ലാം വഴി നിങ്ങൾക്ക് ആത്യന്തികമായിട്ട് എന്ത് പ്രതിഫലമാണ് ലഭിക്കാൻ പോകുന്നത്. 5 ഓഫ് പെന്റക്കിൾസ്. സാധാരണ ഈ കാർഡ് കാണുമ്പോൾ ഒരു പേടി ആദ്യ കാഴ്ചയിൽ തോന്നാം, ഒരു വെല്ലുവിളിയായിട്ട് നിങ്ങൾക്ക് തോന്നാം. എന്നാൽ നമ്മുടെ റീഡിങ്ങിൽ ഇതിന് വളരെ ആഴമേറിയതും പോസിറ്റീവായിട്ടുള്ള ഒരു അർത്ഥമാണ് ഉള്ളത്.
അതായത് നമ്മുടെ പ്രധാനപ്പെട്ട കാർഡ്, നമ്മുടെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് ഇതാണല്ലോ, 10 ഓഫ് പെന്റക്കിൾസ് ആണ്, പൂർണ്ണമായ ഐശ്വര്യം ആയതുകൊണ്ട് ഈ 5 ഓഫ് പെന്റക്കിൾസ് എങ്ങനെയാണ് നിങ്ങൾക്ക് സൗഭാഗ്യമായിട്ട് മാറുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് ഇവിടെ ഒരു സ്കാർസിറ്റിയിലാണ് നിലവിലുള്ള ഒരു സ്കാർസിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. നിലവിലുള്ളത് ചതിക്കപ്പെട്ട, വഞ്ചിക്കപ്പെട്ട അവസ്ഥയിൽ, കരിയറിലാണെങ്കിൽ ഒരു പോരാട്ടത്തിലൂടെ കടന്നു പോകേണ്ടി വരുന്ന ഒരു അവസ്ഥയിലൊക്കെയാണ്. അതായത് ഒരു സ്കാർസിറ്റി, നിങ്ങൾ തനിച്ചായി പോയി അല്ലെങ്കിൽ ഒറ്റക്ക് നിന്ന് പൊരുതേണ്ടി വരുന്ന, ഇവിടെ കാണുന്നത് പോലെ ഒരു സാഹചര്യത്തിലൂടെ നിങ്ങൾ പോകുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളും ഒരു സഹായവും കിട്ടാത്ത പോലത്തെ ഒരു അവസ്ഥയൊക്കെ നിങ്ങൾക്ക് നിലവിലുണ്ട്. ഈ സ്കാർസിറ്റി മാറി സൗഭാഗ്യം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ആദ്യത്തെ ഒരു സൂചന. ദാരിദ്ര്യത്തിൽ നിന്നുള്ളൊരു മോചനം എന്ന് പറയാം. നിങ്ങൾ ഇതുവരെ അനുഭവിച്ച സാമ്പത്തിക പരാധീനതകൾ അല്ലെങ്കിൽ എനിക്കൊന്നുമില്ല എന്ന ഒരു അവസ്ഥ, ആ തോന്നൽ അവസാനിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. സഹായം നിങ്ങളെ തേടിയെത്താൻ വേണ്ടി പോകും. നിങ്ങളുടെ ചുറ്റിനും സഹായമുണ്ട്, വലിയ സഹായം നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങൾ ഒറ്റപ്പെട്ട് ആരുമില്ല എന്ന് കരുതി ഈ കുഞ്ഞുമായിട്ട് അമ്മ തനിച്ചിരിക്കുകയാണ്. എങ്ങനെ ഞങ്ങൾ ഇനി മുന്നോട്ട് പോകുമെന്ന സാഹചര്യത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. ചതിക്കപ്പെട്ട അവസ്ഥയാണ്. ഇവിടെ നമ്മൾ കാണുന്നത് വിജയിയായിട്ടുള്ളൊരു സ്ത്രീയെയാണ്, അല്ലേ? 10 ഓഫ് പെന്റക്കിൾസ് ആയിട്ടിരിക്കുന്ന ഒരു ലേഡിയെ നമ്മൾ കാണുന്നുണ്ട്. എല്ലാ സൗഭാഗ്യങ്ങളിലേക്കും എത്തുന്നു. അപ്പോൾ ഇവിടെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഈ സ്ത്രീ ഒരു വൾണറബിൾ ആയിട്ട് ആണല്ലോ അമ്മയും കുഞ്ഞിനെയും കാണിക്കപ്പെടുന്നത്. അവർ വഴിയിൽ തനിച്ചായി പോയി, രാത്രിയിൽ ഏകാന്തതയിൽ തനിച്ചായി പോയി, ഒരു കാട്ടിൽ തനിച്ചായി പോയി എന്നൊക്കെ തോന്നിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് സൗഭാഗ്യത്തിലേക്ക് അവർ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നു എന്നുള്ളതാണ്. അതിന് അത്രയും വലിയൊരു അപ്രതീക്ഷിതമായ കേന്ദ്രങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സാമ്പത്തിക സഹായമോ പിന്തുണയോ ഒക്കെ ലഭിക്കുമെന്നുള്ള ഒരു വലിയൊരു മെസ്സേജാണ് ഈ കാർഡ് നമുക്ക് നൽകുന്നത്. പിന്നെ വേറൊരു കാര്യം, കഷ്ടപ്പാടുകളെ അതിജീവിച്ച് മുന്നേറാനുള്ള മനക്കരുത്താണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയാം. നിങ്ങൾ ഇനി ഒറ്റയ്ക്കല്ല എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് ലഭിക്കും. അതായിരിക്കും ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന വലിയൊരു റിവാർഡ്. അപ്പോൾ സഹായം ഒരിടത്തൊന്നും കിട്ടില്ല, വാതിലുകളെല്ലാം അടഞ്ഞു കിടക്കുന്നു എന്ന് വിചാരിച്ചെടുത്ത് നിന്ന് സൗഭാഗ്യത്തിലേക്ക് നിങ്ങൾ നടക്കുന്ന, അല്ലെങ്കിൽ അതിന് പിന്നിൽ ഒരു വെളിച്ചം തെളിയുന്ന ഒരു സാഹചര്യമാണ് ഒരു റിവാർഡായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിച്ചതെങ്കിൽ ഇതെന്താണ് ഈ കാര്യം നിലനിർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ 5 ഓഫ് പെന്റക്കിൾസിന്റെ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ എങ്ങനെ മോചിതയായിട്ട് അല്ലെങ്കിൽ മോചിതനായിട്ട് 10 ഓഫ് പെന്റക്കിൾസിലേക്ക് നിങ്ങൾ എത്തണം, അല്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഈ കാർഡ് പറയുന്നത്. 8 ഓഫ് കപ്സ് ആണിത്. അതായത് നിങ്ങൾ ഇവിടെ കടന്നു വന്ന ചതിക്കപ്പെട്ട അവസ്ഥ, 5 ഓഫ് സോഡ്സ് ഇവിടെ നൽകിയ ഒരു സംഘർഷാവസ്ഥ, 5 ഓഫ് പെന്റക്കിൾസ് നൽകിയ ഒറ്റപ്പെടലിന്റെ അവസ്ഥകളെല്ലാം മറികടന്ന് 10 ഓഫ് പെന്റക്കിൾസ് എന്ന ഐശ്വര്യത്തിലേക്കും നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിലേക്കും നിങ്ങൾ എത്തുന്നതിന് വേണ്ടിയിട്ട്, ഇത് കുടുംബത്തിന്റെ സപ്പോർട്ട് എന്തായാലും ഉണ്ട്, എത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്ത് ചെയ്യണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഇതിനേക്കാൾ വലിയൊരു അഡ്വൈസ് കാർഡ് ഈ കാര്യത്തിൽ വേറെ ഒന്നുമില്ല പറയാൻ. എന്താണ്? മൂവ് ഓൺ ചെയ്യുക, മുന്നോട്ട് പോവുക, മുന്നോട്ട് നീങ്ങുക എന്നതാണ്. അതായത് പഴയ കാര്യങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് പുതിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോവുക. നിങ്ങൾക്ക് സന്തോഷം നൽകാത്ത അല്ലെങ്കിൽ നിങ്ങളെ തളർത്തുന്ന പഴയ സാഹചര്യങ്ങളിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ നിങ്ങൾ അകന്നു മാറേണ്ട സമയമായി എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ചതിക്കപ്പെട്ട അവസ്ഥയുണ്ട്, നിങ്ങളോട് മത്സരബുദ്ധിയോടുകൂടി പെരുമാറിയ കൊളീഗ്സ് ഉണ്ട്, ഇല്ലേ? അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കർമ്മമേഖല നിങ്ങൾക്കുണ്ട്. ഈ സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യണം. നിങ്ങളെ ഒറ്റപ്പെടുത്തിയ സാഹചര്യങ്ങളുണ്ട്, അവരിലേക്കൊന്നും പോകാതെ ആ പഴയ സാഹചര്യങ്ങളിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ നിങ്ങൾ മാറിപ്പോവേണ്ട സമയമായി. എങ്കിൽ മാത്രമേ, അങ്ങനെ ചെയ്താൽ മാത്രമേ പുതിയ ഐശ്വര്യം സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കൂ. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിലവിലുണ്ടായിരുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി ഉയർന്ന ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾ ഉന്നം വയ്ക്കുക, അതിനനുസരിച്ച് മുന്നോട്ട് നീങ്ങുക. ഈ കാർഡിലെ ഈ കാണിക്കുന്ന വ്യക്തി ഒരു പ്രതിസന്ധിയിൽ നിന്ന്, വെള്ളത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ്, അതായത് ജീവൻ അപകടപ്പെട്ടു പോകാമായിരുന്ന അവസ്ഥയിൽ നിന്ന് മുങ്ങിത്താഴ്ന്നു പോകാതെ അവർ കരയിലേക്ക് കയറിപ്പോകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അതായത് താൽക്കാലികമായ നേട്ടങ്ങളെക്കാൾ വലിയൊരു ലക്ഷ്യം നിങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിലെ സമാധാനത്തിന് മുൻഗണന നൽകിക്കൊണ്ട് ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്കൊപ്പം തന്നെ നിങ്ങളുടെ മനസ്സിന്റെ സംതൃപ്തിയും പ്രാധാന്യത്തോടെ കണ്ടുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അപ്പോൾ ചില തടസ്സങ്ങളിലൂടെയാണ് നിങ്ങൾ നിലവിൽ കടന്നു പോകുന്നതെങ്കിലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകാൻ പോകുന്നു. ജോലിസ്ഥലത്തെ മത്സരങ്ങളെയും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെയും ഒറ്റപ്പെടലുകളെയും എല്ലാം നിങ്ങൾ മറികടക്കും എന്നാണ് ഈ കാർഡുകൾ നമുക്ക് നൽകുന്ന ഉറപ്പ്. പക്ഷെ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്
ബോധപൂർവമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പിന്നോട്ട് വലിക്കുന്ന പഴയ ചിന്താഗതികളെയും സാഹചര്യങ്ങളെയും ധൈര്യപൂർവ്വം ഉപേക്ഷിച്ച് മുന്നോട്ട് നടക്കുക എന്ന ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്താൽ നമ്മൾ ആദ്യം കണ്ട 10 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുന്ന ആ റിസൾട്ടിലേക്ക്, ആ മഹാസൗഭാഗ്യത്തിലേക്ക് നിങ്ങൾ എത്തും. അപ്പൊ നമുക്ക് എന്താണ് അതിന് മൂണോളജി ഒറാക്കിൾ കാർഡ് നൽകുന്ന ഒരു കൺഫർമേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനൊരു വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പറഞ്ഞ മെസ്സേജിനൊക്കെ ഒരു വ്യക്തത വരുത്താൻ നമുക്ക് മൂണോളജി ഒറാക്കിൾ കാർഡ് എടുക്കാം. എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഈ അവസരത്തിൽ? ഈ റീഡിങ് നമ്മൾ കേട്ടു, ഇത്രയും ഭാഗം കേട്ടു. ഈ പ്രതിസന്ധികളിൽ നിന്ന് വലിയ ഐശ്വര്യത്തിലേക്ക്, ആഗ്രഹ പൂർത്തീകരണത്തിലേക്ക് ഒക്കെ നിങ്ങൾ പോവുകയാണ്. എന്താണ് ഈ സമയത്ത് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്? യുവർ ഡ്രീംസ് നീഡ് എ പ്രാക്ടിക്കൽ പ്ലാൻ. കണ്ടോ, നിങ്ങളുടെ ആഗ്രഹം, ഇത് ഇത്ര കറക്റ്റായിട്ട് പറഞ്ഞില്ലേ? നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ സ്വപ്നം എന്ന് പറയുന്നതിന് വെറുതെ സ്വപ്നം എന്ന് പറഞ്ഞാൽ പോരാ. സ്വപ്നം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നടന്നാൽ പോരാ, അതിനൊരു പ്രാക്ടിക്കൽ പ്ലാൻ വേണം. ആ പ്രാക്ടിക്കൽ പ്ലാനാണ് നമ്മൾ ഇവിടെയും പറഞ്ഞത്. നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി ഒരു ലക്ഷ്യത്തിലേക്ക്, ഉയർന്ന ലക്ഷ്യത്തിലേക്ക് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ അത് കറക്റ്റായിട്ട് വന്നിരിക്കുന്നു. എന്താണ് ഈ കാർഡ് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ ഒരു അർത്ഥമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഈ ഒറാക്കിൾ കാർഡ് നമ്മളോട് പറയുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഒരു പ്രായോഗിക പ്ലാൻ ആവശ്യമാണെന്നാണ്. ഇതിലൂടെ നിങ്ങളോട് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ചിന്തകളിൽ നിന്ന് പ്രവൃത്തിയിലേക്ക് വരണം. നമ്മൾ ആദ്യം കണ്ട ഈ 10 ഓഫ് പെന്റക്കിൾസിന്റെ, അതായത് ആഗ്രഹ സഫലീകരണം എന്ന് പറയുന്ന 9 ഓഫ് കപ്സിന്റെയും 10 ഓഫ് പെന്റക്കിൾസിന്റെയും ഐശ്വര്യത്തിന്റെയും കാർഡുകൾ, എനർജീസ് നമുക്ക് വെറുതെ ലഭിച്ചതല്ല. അല്ലെങ്കിൽ ആ ഒരു റിസൾട്ടിലേക്ക് നമ്മൾ വെറുതെ ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം ആ റിസൾട്ട് നമുക്ക് കിട്ടില്ല. അതിനായിട്ട് കൃത്യമായ പ്ലാനിങ് ആവശ്യമാണ്. ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന കാർഡിൽ, ഒറാക്കിൾ കാർഡിൽ ടോറസ്, അതായത് ഇടവം രാശി എപ്പോഴും സാമ്പത്തിക കാര്യങ്ങളിലെ സ്ഥിരതയെ സൂചിപ്പിക്കുന്നതാണ്. നിങ്ങളുടെ സമ്പാദ്യത്തെയും ചിലവുകളെയും കുറിച്ച് ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. അതായത് സാമ്പത്തികമായ അച്ചടക്കം നിങ്ങൾക്ക് വേണം. അതിന് നിങ്ങൾ ഇപ്പോഴേ തയ്യാറാവുക. സൗഭാഗ്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട്, അത് ശരിയായ രീതിയിൽ ഇപ്പോഴേ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് പറയുന്നത്. പിന്നെ ലക്ഷ്യങ്ങളിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി പറയുന്നു. വെറുതെ ഒരു ഭാഗ്യം വരുമെന്ന് കരുതി കാത്തിരിക്കാതെ നിങ്ങളുടെ കരിയറിലെ തടസ്സങ്ങൾ, അതായത് ഇവിടെ നമ്മൾ കാണുന്ന ചില തർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് മാറ്റാൻ എന്താണ് പ്രായോഗികമായിട്ടുള്ള നീക്കം നിങ്ങൾ നടത്തേണ്ടത്, എന്ത് മാറ്റമാണ്, എന്ത് പ്രാക്ടിക്കൽ സൊല്യൂഷനാണ് നിങ്ങൾ കണ്ടെത്തേണ്ടതെന്ന് ആലോചിക്കുക എന്നുള്ളത് ഒരു നിർദ്ദേശമായിട്ട് ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ നിങ്ങൾ ഈ വരാനിരിക്കുന്ന സൗഭാഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ പാലിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നുണ്ട്. അതായത് സാമ്പത്തിക മാറ്റത്തിൻ്റെ ഒരു സൂചന, ചേഞ്ച് ഓഫ് ഫിനാൻഷ്യൽ ഫോർച്യൂൺ എന്നത് നിങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത്, ഈ പ്ലാനിങ്ങിനെ പറ്റി ഇവിടെ പറയുന്നുണ്ട്, നടപ്പാക്കേണ്ട ഒന്നാണ്. അതായത് പണത്തിന് പുറകെ മാത്രം നിങ്ങൾ ഓടരുത്, പകരം നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പുറകെ ഓടുക. പണം വരും, അപ്പോൾ സമ്പത്ത് നിങ്ങളെ തേടിയെത്തും. നിങ്ങളുടെ കഴിഞ്ഞകാല പ്രവർത്തികളുടെ ഫലം അനുഭവിക്കാൻ പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണം എന്ന് പറയുമ്പോൾ മനസ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് എന്ന് പറയുന്നത് എപ്പോഴും നല്ല മാർഗത്തിലൂടെ വരുന്ന കാര്യങ്ങൾക്കായിരിക്കും, അച്ചീവ്മെന്റ്സിനായിരിക്കും, വിഷ് ഫുൾഫിൽമെന്റിനായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന അച്ചീവ്മെന്റ്സ് വഴി നിങ്ങളിലുണ്ടാകുന്ന സമ്പത്തിന്റെ സ്ഥിരതയ്ക്കും ഒരു സമാധാനം നിങ്ങളിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ കുടുംബത്തിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടി സാധിക്കും. അതാകുമ്പോൾ നിങ്ങൾക്ക് ഭയപ്പെടാതെ കിടന്നുറങ്ങാം, മനസ്സമാധാനത്തോടു കൂടി അത് ആഘോഷിക്കാം, ആസ്വദിക്കാം. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾ സ്വയം തിരിച്ചറിയുക എന്നതാണ്. മൂൺ കാർഡ് പൊതുവിൽ പറയുന്നത് നമ്മളെ പറ്റി തന്നെ ഒന്ന് സെൽഫ് റിഫ്ലക്ഷൻ ആവശ്യമാണ്, നിങ്ങളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കൂ എന്നതാണ് പൊതുവെ മൂൺ നൽകുന്ന ഒരു സന്ദേശം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ചെറിയ കാര്യമാണ്, ഇന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ ഉള്ളിലെ ഒരു നല്ല 10 കാര്യങ്ങൾ ഒരു ഡയറിയിൽ എഴുതി വയ്ക്കുക. നിങ്ങളെ തന്നെ സ്നേഹിച്ച് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട്, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മാറ്റം വരുത്തണം, ഞാനൊരു വലിയൊരു അഭിവൃദ്ധിയിലേക്ക്,
അബണ്ടൻസിലേക്ക് പോകാൻ പോവുകയാണ്. വലിയൊരു മാറ്റം എൻ്റെ ലൈഫിൽ വരാൻ പോവുകയാണ്. ഞാൻ ഇങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്, അതിലേക്ക് ഞാൻ നടന്നെടുക്കുകയാണ്. അങ്ങനെ ആയിട്ട് മാറാൻ വേണ്ടി നിൽക്കാതെ ഇപ്പോഴേ ആ സ്ഥാനം അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിൽ നിങ്ങൾ എത്തിയതുപോലെ സങ്കല്പിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രവൃത്തികളിൽ വലിയ ചിലവൊന്നുമില്ലാതെ വരുത്താൻ പറ്റിയ ചില മാറ്റങ്ങളുണ്ടല്ലോ, അത് നിങ്ങൾ വരുത്തുക. അങ്ങനെ നിങ്ങളുടെ ഉള്ളിലെ നല്ല ഒരു 10 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരു ഡയറിയിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പീസ് ഓഫ് പേപ്പറിൽ നിങ്ങൾ എഴുതി വയ്ക്കുക. നിങ്ങളെ സംരക്ഷിക്കുന്നതിന്, നിങ്ങളെ സ്നേഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ നിങ്ങളിൽ വരുത്തുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളാവാം, നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈലിൽ വരുത്തുന്ന മാറ്റങ്ങളാവാം, സംസാരത്തിൽ ചിരിയിൽ വരുത്തുന്ന മാറ്റങ്ങളാവാം, അങ്ങനെ എന്തു ആവാം. അതിൽ വലുതും ചെറുതും അല്ലെങ്കിൽ നിസ്സാരമായത് വലിയ കടുത്ത രീതിയിൽ വേണ്ടത് അങ്ങനെ ഒന്നുമില്ല. പിന്നെ അഡീഷണൽ ഗൈഡൻസ് ആയിട്ട് ഇവിടെ എനിക്ക് തോന്നുന്നത്, മടി ഉണ്ട്. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഒരു കാരണം ചിലപ്പോൾ മടിയാകാം. അത് മാറ്റി ഉടൻ പ്രവൃത്തിയിലേക്ക് ഇറങ്ങുക എന്നൊരു സൂചനയുണ്ട്. അതായത് ഇങ്ങനെ മടി പിടിച്ചിരുന്നിട്ട് കാര്യമൊന്നും നടക്കില്ല, പ്രവർത്തിച്ചാൽ മാത്രമേ റിസൾട്ട് കിട്ടൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു ലേസിനെസ് ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിവെക്കുക. എന്നിട്ട് കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആത്മവിശ്വാസത്തോടു കൂടി മുന്നിട്ടിറങ്ങി പ്രവൃത്തി നടപ്പാക്കുക എന്നുള്ളൊരു സൂചന ഇവിടെയുണ്ട്. പിന്നെ മറ്റുള്ളവരുടെ വളർച്ചയിൽ അസൂയപ്പെടുന്നത് നെഗറ്റീവ് എനർജി ഉണ്ടാക്കും. അത് നിങ്ങളുടെ ഭാഗ്യത്തെ തടയും. മറ്റുള്ളവർ ഒരിക്കലും നമ്മുടെ ഒരു വളർച്ചയുടെ മാനദണ്ഡമായി മാറരുത്. മറ്റുള്ളവരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. നിങ്ങളുടെ സഹപ്രവർത്തകരോടായാലും വേറെ ആരെയാണെങ്കിലും നിങ്ങളുടെ ബെഞ്ച് മാർക്ക് എപ്പോഴും നിങ്ങൾ തന്നെ ആയിരിക്കണം. നിങ്ങളുടെ ഇന്നത്തെ അച്ചീവ്മെന്റ്സിനേക്കാളും ഒരു പടി മുന്നിൽ പോകാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം നിങ്ങളുടെ അടുത്ത ഗോൾ എന്ന് പറയുന്നത്. വേറൊരു വ്യക്തി എങ്ങനെയാണ്, അയാൾ എങ്ങനെ ഇരിക്കുന്നു, അയാളിലേക്ക് നോക്കിക്കൊണ്ട് ഒരിക്കലും നമ്മുടെ മാനത്തെ, നമ്മുടെ വാല്യൂവിനെ, മൂല്യത്തെ നിങ്ങൾ സെറ്റ് ചെയ്യരുത്. അത് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രവൃത്തി നിങ്ങൾ പുറത്ത് പറഞ്ഞില്ലെങ്കിലും നമുക്ക് സ്വയം അറിയാലോ നമ്മൾ എന്തൊക്കെ ചിന്തിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഒഴിവാക്കണം. അത് നെഗറ്റീവ് എനർജി മാത്രമേ നമ്മളിലേക്ക് ക്ഷണിച്ചു വരുത്തുകയുള്ളൂ. അതുകൊണ്ട് അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ ആരോഗ്യം ശ്രദ്ധിക്കണം. ശരീരത്തിന് നൽകുന്ന ഊർജം നിങ്ങളുടെ മനസ്സിനും പോസിറ്റീവ് എനർജി കൊണ്ടുവരും. അതുകൊണ്ട് ഹെൽത്തി ആയിട്ടിരിക്കുമ്പോൾ അത് ഫിസിക്കലി, അതായത് ശരീരത്തിന് മാത്രമല്ല ഹെൽത്ത് ഉണ്ടാകുന്നത്, മനസ്സിനും കൂടിയുള്ള ഒരു ഹെൽത്ത്, മാനസികമായ ആരോഗ്യം കൂടി വർദ്ധിപ്പിക്കുന്ന രീതിയിലേക്ക് അത് മാറും. അങ്ങനെയുള്ള കാര്യങ്ങൾ അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയാണ്. മനസ്സ് സമാധാനപ്പെട്ടാൽ ശരീരത്തിനും അത് ഒരു സുഖകരമായ അവസ്ഥയിലേക്ക് മാറും. അപ്പോൾ അത് രണ്ടും കൂടി ബാലൻസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഭാവിയെപ്പറ്റി അമിതമായിട്ട് ആകുലപ്പെടാതെ ഒന്ന് ഗ്രൗണ്ടഡ് ആയിട്ട് നിൽക്കുക, നിലത്ത് ഒന്ന് ഉറച്ചു നിൽക്കുക. ഈ ടോറസ് എന്ന് പറയുന്നത് എർത്ത് കാർഡാണ്, ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട കാർഡാണ്. പണത്തിന്റെ വരവും ചിലവും കൃത്യമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങുക. നിലവിൽ അതൊരു കുത്തഴിഞ്ഞ അവസ്ഥയിലാവാൻ സാധ്യതയുണ്ട്. ചിലവ് വല്ലാതെ വർദ്ധിക്കുന്നുണ്ടാവും, വരവിനേക്കാൾ കൂടുതലായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അനാവശ്യമായിട്ട് അത്തരം കാര്യങ്ങൾ നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നുണ്ടാവും. അതുകൊണ്ട് ചിലപ്പോൾ ഇതൊക്കെ കടമെടുത്ത പൈസ, ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് അങ്ങനെയൊക്കെ അടക്കേണ്ടി വരുമ്പോൾ ഒരു പ്രതിസന്ധി ചിലപ്പോൾ മാസം നിങ്ങൾക്കുണ്ടാവും. ഈ ആകുലതകളൊക്കെ നിങ്ങളുടെ കാര്യങ്ങളൊന്ന് ചിട്ടയായി ചെയ്യുന്നത് വഴി, ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു മാറ്റം വരുത്തുന്നത് വഴി തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയേക്കും എന്നുള്ളതാണ്. അപ്പോൾ ടാരോ കാർഡുകളും ഒറാക്കിൾ കാർഡും ഒരുപോലെ പറയുന്നത് നിങ്ങളുടെ സുവർണകാലം അടുത്തെത്തി. അതുകൊണ്ട് അതിന് പ്രായോഗികമായ കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുത്തിയാൽ ആ 10 ഓഫ് പെൻറ്റക്കിൾസ് എന്ന മഹാസൗഭാഗ്യം നിങ്ങൾക്ക് ഉടനെ സ്വന്തമാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഒരു കാര്യം കൂടി, ഈ ഒരു സൗഭാഗ്യം നമുക്ക് എന്തായാലും ഇത്രയും നമ്മൾ നോക്കി, ഈ ഒരു സൗഭാഗ്യം നമുക്ക് എപ്പോഴാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുക എന്നുള്ളത് നമുക്ക് ഒരു ടൈമിംഗ് ഒറാക്കിൾ കാർഡ് എടുത്ത് നമുക്ക് നോക്കാം. ടൈമിംഗ് കാർഡ് എടുക്കാം. ഇപ്പോൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ മാറി നിങ്ങളുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യം, ഇവിടെ പറയുന്ന 10 ഓഫ് പെൻറ്റക്കിൾസ് എന്ന സൗഭാഗ്യം എത്തിച്ചേരുന്നത്, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് എന്നായിരിക്കും. ആസ് സൂൺ ആസ് പോസിബിൾ, വളരെ പെട്ടെന്ന്, എത്രയും പെട്ടെന്ന് ഒരു മാറ്റം നിങ്ങൾ വരുത്തിയാൽ നിങ്ങളിലേക്ക് ആ സൗഭാഗ്യം എത്തും. ഇവിടെ ഒരു കാർഡും കൂടി പ്രത്യേകം നിൽക്കുന്നുണ്ട്, അതും കൂടി നോക്കട്ടെ. ഇൻ 6 months, അതായത് നിങ്ങൾ വളരെ പെട്ടെന്ന് മാറ്റങ്ങൾ വരുത്തിയാൽ 6 മാസത്തിനുള്ളിൽ നിങ്ങൾ ഈ പറയുന്ന 10 ഓഫ് പെൻറ്റക്കിൾസ് എന്ന അബണ്ടൻസിൻ്റെ ഉള്ളിലായിരിക്കും.
എന്നുള്ളതാണ് ഇന്നത്തെ നിങ്ങളുടെ മെസ്സേജ്. യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഒരു സർപ്രൈസ് മെസ്സേജാണിത്. വളരെ വാല്യുബിൾ ആണ്. നമ്മൾ ഒരിക്കലും മുൻകൂട്ടി നിശ്ചയിച്ച ഒരു റീഡിംഗ് അല്ല. ഇത് നിങ്ങളിലേക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഒരു മഹത്തായ സന്ദേശമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഉപകാരപ്പെടുന്നതായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. മെമ്പർഷിപ്പ് ആക്റ്റീവാണ്. അനുയോജ്യമായ പ്ലാനുകളുണ്ടെങ്കിൽ അതും കൂടി എടുത്ത ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു റീഡിങ്ങുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.